ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സിലാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതല്ല ലോങ് വീഡിയോയിലാണോ? ഒരുപാട് പേർക്ക് ഈ ഒരു സംശയമുണ്ട്. ഇത് കാണുന്ന മിക്ക ആളുകൾക്കും ഈ ഒരു സംശയം ഉണ്ടായിരിക്കും. നമ്മളോടൊക്കെ നേരിട്ടും ചോദിക്കാറുണ്ട് പലരും, ഞങ്ങൾ ലോങ് വീഡിയോ ആണോ കൂടുതൽ ചെയ്യേണ്ടത് അതോ ഷോർട്സ് വീഡിയോ ആണോ എന്നുള്ളത്. അപ്പൊ ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ്, ലോങ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നു, ഷോർട്സ് വീഡിയോ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ചാനലിനെ മീൻസ് നമ്മളെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ, അതുപോലെ നമുക്ക് കിട്ടുന്ന വ്യൂസിനെ, അതുപോലെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ വരുന്ന റവന്യൂ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡിസിഷൻ എടുക്കാം. ഞാൻ ഇനി മുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലോങ് വീഡിയോയിലാണ്, അതല്ലെങ്കിൽ ഷോർട്സ് വീഡിയോയിലാണ്. ഈ രീതിയിൽ നമുക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ചാനൽ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്താണ്? മോണിറ്റൈസേഷൻ. ഇതാണ് ആദ്യം വരുന്നത്. മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് അതിലൂടെ റവന്യൂ കിട്ടുക. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബർ, അതിനോട് കൂടെ 4000 വാച്ച് ടൈം കിട്ടണം. അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്, അതായത് ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്. അപ്പൊ 4000 വാച്ച് ടൈമോ 10 മില്യൺ ഷോർട്സ് വ്യൂസോ ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. യൂട്യൂബിൽ ഷോർട്സും അതല്ലെങ്കിൽ ലോങ് വീഡിയോയും ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം മോണിറ്റൈസേഷനാണ്. അപ്പോൾ നമുക്കറിയാം, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഏൺ എന്നുള്ള ടാബിൽ ഇതുപോലെ നമുക്ക് 2 ഗ്രാഫുകൾ കാണാൻ കഴിയും. അതിൽ ഫുൾ മോണിറ്റൈസേഷൻ ആകണം എന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബർ, അതിനോട് കൂടെ നമുക്കറിയാം 4000 വാച്ച് ടൈം വേണം. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ 4000 വാച്ച് ടൈം, ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് 10 മില്യൺ ഷോർട്സ് വ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ലാസ്റ്റ് 90 ഡേയ്സിൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഗ്രാഫും ഇവിടെ കാണാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ യൂട്യൂബ് ചാനൽ ഇതുപോലെ ഗ്രാഫ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഷോർട്സ്, ലോങ് ഇത് ചെയ്യുന്ന ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നൊരു ക്രിയേറ്ററാണ്. ഇപ്പോൾ ഷോർട്സ് മാത്രം ചെയ്യുന്നൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു ഗ്രാഫാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 30 ലാക്ക്, അതായത് 3 മില്യൺ, അതുപോലെ 10 മില്യൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹാഫ് മോണിറ്റൈസേഷൻ, അതുപോലെ ഫുൾ മോണിറ്റൈസേഷൻ ആകണമെന്നുണ്ടെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇവിടെയാണ് നമ്മൾ ഷോർട്സ് മാത്രം കണ്ടൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഗ്രാഫാണ് കംപ്ലീറ്റ് ആവേണ്ടത്. അപ്പോൾ ഇത് 10 മില്യൺ ഷോർട്സ് വ്യൂസ് ലാസ്റ്റ് 90 ഡേയ്സിൽ 3 മാസത്തിൽ കംപ്ലീറ്റ് ആകണം. അപ്പോൾ ഈ ഒരു ചാനലിൽ അത് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചാനലിൻ്റെ ഉടമ കൂടുതലായിട്ട് ചെയ്യുന്നത് ലോങ് വീഡിയോയാണ് എന്നുള്ളതാണ്. ഷോർട്സ് വളരെ കുറവേ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഷോർട്സ് കണ്ടൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാം. ലോങ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലുള്ള ഗ്രാഫാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 1000-ലധികം വാച്ച് ടൈം ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഉടമക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു പക്ഷേ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ വാച്ച് ടൈം വന്നിട്ടുണ്ടായിരിക്കും. പലരും പറയാറുണ്ട്, ഞങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അവിടെ 4000 എബോ വാച്ച് ടൈം കാണും, പക്ഷേ ഏൺ എന്നുള്ള ടാബ് എടുത്ത് നോക്കുമ്പോൾ അത് കാണാറില്ല എന്നുള്ളത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിലെ വാച്ച് ടൈം അനലിറ്റിക്സിൽ കാണിക്കും, പക്ഷേ ഈ ഒരു 4000 വാച്ച് ടൈമിൽ അത് കാണിക്കില്ല. ഷോർട്സ് വ്യൂസിലേക്കാണ് പോവുക, അതായത് താഴെ കാണുന്ന 10 മില്യൺ ഷോർട്സ് വ്യൂസിലേക്കാണ് പോവുക. ഷോർട്സിൻ്റെ വാച്ച് ടൈം അനലിറ്റിക്സിൽ കാണിക്കും, ഈ ഒരു ഗ്രാഫിൽ കാണിക്കില്ല. അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. ലോങ് വീഡിയോൻ്റെ വാച്ച് ടൈം മാത്രമാണ് ഇവിടെ ഈ ഒരു ക്രൈറ്റീരിയയിലേക്ക് എടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായിട്ടൊരു ലോങ് വീഡിയോ, ഷോർട്സ് വീഡിയോ ചെയ്യുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യൂസ് ആണല്ലോ. ഒരു കണ്ടൻറ് ക്രിയേറ്ററെ ബാധിക്കുന്നത് വ്യൂസാണ്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് കണ്ടൻറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുക? അറിയാമല്ലോ നമുക്ക്. സ്വാഭാവികമായിട്ടും ഷോർട്സ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ലോങ് വീഡിയോ ചെയ്യുമ്പോൾ വളരെ കുറവാണ് വ്യൂസ് വരുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ന്യൂ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഷോർട്സ് ചെയ്യുമ്പോൾ
സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ പോലും നല്ല വ്യൂസ് വരുന്നത് അവർക്ക് ഭയങ്കര ഒരു എനർജി ലഭിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ബൂസ്റ്റിങ് നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു നിരാശ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കരുത്. ലോങ് വീഡിയോക്ക് അതിൻ്റേതായിട്ടുള്ള മെറിറ്റുകളുണ്ട്. ഷോർട്സ് എന്നുള്ളത് നമുക്ക് വ്യൂസ് വളരെ വേഗത്തിൽ കിട്ടാനും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യാനും ലഭിക്കുന്നൊരു ടൂളാണെങ്കിൽ നമുക്കതുപോലെ ലോങ് വീഡിയോ നമുക്ക് വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ലഭിക്കാനും നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാനും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഷോർട്സിൻ്റെ റിസൾട്ട് പോലെയല്ല, വളരെ കുറഞ്ഞ രീതി ഒരു സ്ലോവിലാണ് ആ ഒരു ഗ്രോത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ചാനലിൽ സംഭവിക്കുക. പക്ഷേ ആ ഒരു ഗ്രോത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ലോങ് വീഡിയോ തുടക്കത്തിൽ റീച്ചായിട്ടില്ലെങ്കിലും പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ വീഡിയോസ് ചെയ്തു വന്നു കഴിഞ്ഞാൽ റീച്ചാകും എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. വ്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്സിനാണ് ലോങ്ങിനേക്കാൾ വളരെ വേഗത്തിൽ ന്യൂ യൂട്യൂബേഴ്സിന് ലഭിക്കുന്നത്. അടുത്തതായിട്ടൊരു ക്രിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റവന്യൂ. അപ്പോൾ ഷോർട്സ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് വളരെ വേഗത്തിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ റവന്യൂ വളരെ കുറവായിരിക്കും. എന്നാൽ ലോങ് വീഡിയോ വ്യൂസ് കുറവാണെങ്കിലും ഷോർട്സിനേക്കാൾ നല്ല രീതിയിലുള്ള റവന്യൂ നമുക്ക് ലോങ് വീഡിയോയിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മിഡ് റോൾ ആഡ്സിലൂടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് വ്യൂസ് വരാൻ കഴിയും. പല ചാനലും ഞാൻ കണ്ടിട്ടുണ്ട് 1,00,000 വ്യൂസ് വന്നാൽ തന്നെ അതിൽ നിന്ന് $100 കംപ്ലീറ്റ് ആകുന്നത്. പക്ഷേ ഷോർട്സിൽ നിന്ന് 1,00,000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഷോർട്സിൽ നിന്ന് ആകെ കിട്ടുന്നത് $1 താഴെയാണ് മിക്ക ക്രിയേറ്റേഴ്സിനും. അപ്പോൾ റവന്യൂമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ മാത്രം എയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വളരെയധികം കൂടുതലാണ് ലോങ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ ശരിക്കും ഒരു ക്രിയേറ്റർ ലോങ് വീഡിയോ ചെയ്യണോ ഷോർട്സ് വീഡിയോ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് യൂട്യൂബിൽ എത്ര സമയം ചിലവഴിക്കാൻ കഴിയും എന്ന് നോക്കണം. കാരണം നമുക്ക് ലോങ് വീഡിയോക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ലോങ് വീഡിയോ നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഒരു ലോങ് വീഡിയോ എടുക്കാൻ അതിൽ കൂടുതൽ സമയം വേണം, എഡിറ്റ് ചെയ്യാൻ സമയം കൂടും. പക്ഷേ ഷോർട്സ് ആണെങ്കിൽ അതിൻ്റെ സമയം വളരെ കുറവാണ്. നമ്മളൊരു 20 സെക്കൻഡ് 30 സെക്കൻഡ് 1 മിനിറ്റ് വരെ നമ്മൾ ഒരു ഷോർട്സ് ചെയ്യുകയാണെങ്കിൽ അതിന് വളരെ കുറഞ്ഞ സമയം മതി എഡിറ്റ് ചെയ്യാനും. അപ്പോൾ ഒരു ലോങ് വീഡിയോക്ക് എടുക്കുന്ന സമയം പലർക്കും അതിൻ്റെ ഉള്ളിൽ ഒരു 3-4 ഷോർട്സ് ചെയ്യാമെന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സമയം നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല ഒരുപാട് വർക്കുകൾ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് ആണോ ലോങ് വീഡിയോ ആണോ ചെയ്യാൻ ഏറ്റവും ഈസി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഡിസിഷൻ എടുക്കാം. അപ്പോൾ ഷോർട്സിന് വളരെ സമയം കുറവ് മതി പലർക്കും എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ. ആ രീതിയിൽ ഈസി ഷോർട്സ് ആയ കാരണം വെച്ചിട്ട് തന്നെ ഷോർട്സ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്കിതിൽ എത്ര സമയം ചിലവഴിക്കാൻ കഴിയും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് എന്നോടൊരാൾ നിങ്ങൾ ചോദിക്കുകയാണോ ഷോർട്സ് ആണോ ലോങ് ആണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വീഡിയോസാണ് ചെയ്യുന്നത് എന്നറിയില്ല. പക്ഷേ ജനറലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബാലൻസിങ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം നമ്മളൊരു ന്യൂ യൂട്യൂബറാണ്, നമ്മളെ ഓഡിയൻസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയില്ല നമ്മുടെ ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതായത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്നത് ഷോർട്സ് ആണോ ലോങ് ആണോ എന്ന് നമുക്കറിയില്ല. അതുമാത്രമല്ല നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു. ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് വളരെ വേഗത്തിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ റവന്യൂ കൂടുതൽ കിട്ടുന്നത് ലോങ് വീഡിയോയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഒരുപാട് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് രണ്ടും ക്ലബ് ചെയ്ത് പോകുന്ന ചാനലിൽ ചില സമയത്ത് ഷോർട്സ് സ്റ്റക്കായാൽ പോലും ഷോർട്സിൽ നിന്ന് കാര്യമായിട്ട് വ്യൂസ് റവന്യൂ വരുന്നില്ലെങ്കിൽ ലോങ് വീഡിയോയിൽ നിന്ന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ലോങ് വീഡിയോയിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം വരുന്നത് കൊണ്ട് അത് ചാനലിനെ എഫക്റ്റ് ചെയ്യാറില്ല. അതുപോലെ നേരെ തിരിച്ചും ലോങ് വീഡിയോക്ക് വ്യൂസ് കുറവുള്ള സമയത്ത് ഷോർട്സ് ചെയ്ത് നല്ല റീച്ച് നിലനിർത്തി പോകുന്ന വരുമാനം നിലനിർത്തി പോകുന്ന ചാനലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ടും ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് സമയവും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്ത് പോകുന്നതായിരിക്കും ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ക്ലബ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കും. നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ അടുത്തുനിന്ന് ഏത് രീതിയിലാണ്
പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാകും. പിന്നെ റവന്യൂ ജനറേറ്റ് ആയി തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള അനലിറ്റിക്സ് യൂട്യൂബ് നമുക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് ഷോർട്സിൽ നിന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സും ഇത്ര റവന്യൂ വന്നിട്ടുണ്ട്, അതുപോലെ ലോങ്ങിൽ നിന്നും ഇത്ര റവന്യൂ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റവന്യൂ നിങ്ങളുടെ കൈകളിലേക്ക് എത്തി തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് സ്വയം എടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഷോർട്സും ലോങ്ങും ഒക്കെ ക്ലബ്ബ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.